In previous class നമ്മൾ ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് യൂസ് ചെയ്ത് ആ ഫംഗ്ഷൻ ഏതൊക്കെ പോയിന്റിൽ ഏതൊക്കെ ഇന്റർവെല്ലിൽ ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഫസ്റ്റ് ഡെറിവേറ്റീവ് യൂസ് ചെയ്തു. അതിന്റെ റിലേഷൻ എന്താണെന്ന് നോക്കി. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് യൂസ് ചെയ്ത് ഫംഗ്ഷന്റെ റിലേറ്റീവ് എക്സ്ട്രീമ പോയിന്റ് എവിടെയാണ് ഫംഗ്ഷൻ മിനിമം പോയിന്റ് ആയിരിക്കുന്നത്, എവിടേക്കാണ് ഫംഗ്ഷൻ മാക്സിമം ആയിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഫസ്റ്റ് ഡെറിവേറ്റീവ് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. സോ അതിനുവേണ്ടി നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള രണ്ട് ഡെഫിനിഷൻസ് നമ്മൾ ഒന്ന് റീകോൾ ചെയ്യുകയാണ്. ദ ഫസ്റ്റ് വൺ ഇസ് ക്രിട്ടിക്കൽ നമ്പർ ആൻഡ് സെക്കൻഡ് വൺ ഇസ് റിലേറ്റീവ് എക്സ്ട്രീമം പോയിന്റ്. ഇത് രണ്ടും എന്താണെന്ന് ആദ്യം നോക്കാം. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. What is a critical number? Critical number is a number in the domain of a function where the function have a zero derivative or the derivative of the function does not exist. Okay, zero derivative അല്ലെങ്കിൽ derivative exist ചെയ്യാത്ത പോയിന്റ്സിനാണ് ആ കളക്ഷൻ നമുക്ക് ക്രിട്ടിക്കൽ നമ്പേഴ്സ് എന്ന് വിളിക്കുക. ഇനി എന്താണ് റിലേറ്റീവ് എക്സ്ട്രീമം പോയിന്റ്? ജസ്റ്റ് റിലേറ്റീവ് മിനിമം പോയിന്റിന്റെ ഡെഫിനിഷൻ മാത്രം ഒന്ന് റീകോൾ ചെയ്യാം. സിമിലർ വേയിൽ നമുക്ക് റിലേറ്റീവ് മാക്സിമം പറയാവുന്നതാണ്. ഒരു പോയിന്റ് സി എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷനെ റിലേറ്റീവ് മിനിമം പോയിന്റ് ആവണമെങ്കിൽ there should exist a neighborhood AB containing C. C നെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു നൈബർഹുഡ് AB വേണം, വേർ ആ നൈബർഹുഡിലുള്ള എല്ലാ പോയിന്റ്സിൻ്റെയും ഫംഗ്ഷൻ വാല്യൂ സിയിലെ ഫംഗ്ഷൻ വാല്യൂവിനേക്കാളും വലുതായിരിക്കണം. നമ്മൾ നോക്കിയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഇത് ഒരു മിനിമം പോയിന്റ് ആണ്, ലെറ്റ് ഇറ്റ് ബി C. ഈ ഫംഗ്ഷനിൽ നമ്മൾ AB ഒരു ഇൻ്റർവെല്ലെങ്കിലും എക്സിസ്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇൻ്റർവെല്ലായിട്ട് ഈ ഒരു ഇൻ്റർവെൽ എടുക്കുകയാണെങ്കിൽ ഈ ഇൻ്റർവെല്ലിൻ്റെ ഏത് പോയിന്റ് എടുത്താലും ആ പോയിന്റിലെ ഫംഗ്ഷൻ വാല്യൂ എന്ന് പറയുന്നത് സിയിലെ ഫംഗ്ഷൻ വാല്യൂക്കാളും വലുതാണ്. സോ ദാറ്റ് ഈസ് റിലേറ്റീവ് മിനിമം പോയിന്റ്. ആ പോയിന്റിനാണ് റിലേറ്റീവ് മിനിമം പോയിന്റ് എന്ന് പറയുന്നത്. സിമിലർലി വി ക്യാൻ സേ വാട്ട് ഇസ് എ റിലേറ്റീവ് മാക്സിമം പോയിന്റ്. ഇനി നമുക്ക് ഇപ്പം നമ്മൾ കണ്ട കാര്യങ്ങൾ ബേസിക് കാര്യങ്ങൾ നമ്മൾ പഠിച്ച ഡെഫിനേഷൻസ് ആണ്. ഇനി നമുക്ക് ഈ പറഞ്ഞ റിലേറ്റീവ് എക്സ്ട്രീമും ക്രിട്ടിക്കൽ പോയിന്റ്സും തമ്മിൽ വല്ല റിലേഷൻ ഉണ്ടോ നോക്കാം. ഇവിടെ ഈ ഒരു ഗ്രാഫ് കൺസിഡർ ചെയ്യുക. ഈ ഗ്രാഫിൽ 5 പോയിന്റ്സിൽ ഫംഗ്ഷൻ ക്രിട്ടിക്കൽ നമ്പറാണ് ഈ 5 പോയിന്റ്സും. എ എന്ന് പറഞ്ഞ പോയിന്റിൽ ഫംഗ്ഷൻ ഡെറിവേറ്റീവ് 0, ഹിയർ ഓൾസോ ഫംഗ്ഷൻ ഡെറിവേറ്റീവ് 0 ആൻഡ് ഓൾസോ ഹിയർ. ഈ 2 പോയിന്റിലും ഫംഗ്ഷന് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഗ്രാഫിൽ നിന്ന് നോക്കാം. ആ ഇപ്പം പറഞ്ഞ ഈ ക്രിട്ടിക്കൽ നമ്പേഴ്സിൽ ABCD ഈ നമ്പറുകളിൽ ഫംഗ്ഷന് റിലേറ്റീവ് എക്സ്ട്രീമങ്ങൾ മിനിമം മാക്സിമം ഉണ്ടോ നോക്കാം. എയിൽ ഫംഗ്ഷൻ റിലേറ്റീവ് മിനിമം ആണ്. കാരണം എയുടെ ഈ ഒരു നൈബർഹുഡ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഏതൊരു നമ്പർ എടുത്താലും അവരുടെ ഫംഗ്ഷൻ വാല്യൂ എന്ന് പറയുന്നത് f(a)നേക്കാളും വലുതാണ്. സോ ദിസ് ഇസ് എ റിലേറ്റീവ് മിനിമം പോയിന്റ്. ബിയുടെ ആണെങ്കിൽ നമ്മൾ സെയിം വേയിൽ നോക്കിക്കഴിഞ്ഞാൽ ദിസ് വിൽ ബി എ റിലേറ്റീവ് മാക്സിമം പോയിന്റ്. കാരണം ഈ ഒരു ഇൻ്റർവെല്ലിലെ ഏതൊരു നമ്പർ എടുത്താലും ഫംഗ്ഷൻ വാല്യൂ എന്ന് പറയുന്നത് ഈ ഒരു ഫംഗ്ഷൻ വാല്യൂവിനേക്കാളും ചെറുതായിരിക്കും. സോ ദിസ് ഇസ് എ റിലേറ്റീവ് മാക്സിമം പോയിന്റ്. പക്ഷേ ഈ കേസിൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ എത്ര ഇൻ്റർവെല്ല് സീനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏതൊരു ഇൻ്റർവെൽ എത്ര ചെറുതായാലും നമ്മൾ എടുത്താലും ഫംഗ്ഷൻ ഒരു ഭാഗത്ത് നമ്മുടെ ഫംഗ്ഷൻ വാല്യൂവിനേക്കാളും വലിയ വാല്യൂ ആയിരിക്കും. ഇന്ന് ലെഫ്റ്റ് സൈഡിൽ ഏതൊരു പോയിന്റ് എടുത്താലും അവരുടെ ഫംഗ്ഷൻ വാല്യൂ നമ്മുടെ വാല്യൂവിനേക്കാളും വലുതായിരിക്കും. റൈറ്റ് സൈഡ് എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ചെറുതായിരിക്കും. ഓക്കെ, സോ ദിസ് ഇസ് നോട്ട് എ റിലേറ്റീവ് എക്സ്ട്രീമം പോയിന്റ്. ഹിയർ ഫംഗ്ഷന് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ നമുക്ക് ഗ്രാഫിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് റിലേറ്റീവ് മിനിമം പോയിന്റ് ആണ്. ഹിയർ ഓൾസോ ദ ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ഡസ് നോട്ട് എക്സിസ്റ്റ്. പക്ഷേ ഇവിടെ നമുക്കൊരു മിനിമോ മാക്സിമോ ഒന്നും കാണാൻ പറ്റുന്നില്ല. കാരണം ഈ ഒരു പോയിന്റിൽ റൈറ്റിലേക്ക് നോക്കുമ്പോൾ ഈ ഒരു പോയിന്റിന്റെ ഫംഗ്ഷൻ വാല്യൂവിനേക്കാളും വലുതായിരിക്കും ബാക്കിയുള്ള ഫംഗ്ഷൻ വാല്യൂസ്. ലെഫ്റ്റിൽ നോക്കുമ്പോൾ എല്ലാം ചെറുതായിരിക്കും. സോ ഇതിൽ ABD ഈ 3 പോയിന്റ്സ് മാത്രം, ഈ 3 ക്രിട്ടിക്കൽ പോയിന്റ്സ് മാത്രം റിലേറ്റീവ് എക്സ്ട്രീമം പോയിന്റ് ഉള്ളൂ. ബാക്കി 2 പോയിന്റും റിലേറ്റീവ് എക്സ്ട്രീമം പോയിന്റ് അല്ല. സോ എപ്പോഴും ക്രിട്ടിക്കൽ പോയിന്റ്സ് റിലേറ്റീവ് എക്സ്ട്രീമം പോയിന്റ് ആവണം എന്നില്ല. സോ എപ്പോഴൊക്കെയാണ് അത് റിലേറ്റീവ് എക്സ്ട്രീമംസ് ആവുക എന്ന് നോക്കാം. സോ ദ റിലേഷൻ ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് പറയുന്നത് ലെറ്റ് സി ബി എ ക്രിട്ടിക്കൽ നമ്പർ ഓഫ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ f ഇൻ ദ ഇന്റർവെൽ ഓപ്പൺ ഇന്റർവെൽ AB. ഓപ്പൺ ഇന്റർവെൽ ABയിൽ കണ്ടിന്യൂസ് ആയ ഒരു ഫംഗ്ഷൻ്റെ ഒരു ക്രിട്ടിക്കൽ നമ്പറാണ് C എന്ന് വിചാരിക്കുക. ആൻഡ് f ഇസ് എ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ on AB except possibly at C ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഫംഗ്ഷൻ ABയിലെ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. ഈ 2 കണ്ടീഷൻസ് രണ്ടും ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് വിചാരിക്കാം. ദെൻ ഫസ്റ്റ് തിങ്, ഇഫ് f' of x greater than 0 on AC and f' of x less than 0 on CB. AC എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിൽ A തൊട്ട് C വരെ ഡെറിവേറ്റീവിൻ്റെ സൈൻ പോസിറ്റീവും C തൊട്ട് B വരെ ഡെറിവേറ്റീവിൻ്റെ സൈൻ നെഗറ്റീവ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ദ ഫംഗ്ഷൻ ഹാസ് എ റിലേറ്റീവ് മാക്സിമം പോയിന്റ്. നമ്മൾ അതിൻ്റെ ഒരു
എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാം. എ ബി എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിൽ സി എന്ന് പറഞ്ഞ പോയിന്റ് കണ്ടെയ്ൻ ചെയ്യണം. എ ബി എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിൽ ഇവിടെ തൊട്ട് ഇവിടെ വരെ ഫംഗ്ഷൻ ഇസ് ഇൻക്രീസിങ് ആണ്. സോ നമുക്ക് ഈ ഭാഗത്ത് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണ്. ഇനി സി തൊട്ട് ബി ഒരു ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്. സോ അതിൻ്റെ ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണ്. സോ ഈ പോയിന്റിൽ സി എന്ന് പറഞ്ഞ പോയിന്റിൽ നമ്മുടെ ഫംഗ്ഷന് ഒരു റിലേറ്റീവ് മാക്സിമം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് എ റിലേറ്റീവ് മാക്സിമം പോയിന്റ്. ഓക്കെ, ഇനി ബി പാർട്ട് പറയുന്നത് എഫ് ഡാഷ് ഓഫ് സി ലെസ് ദാൻ 0 ആണ്. എ സിയിൽ പോസിറ്റീവ് ആണ് നെഗറ്റീവ്, സോറി സി ബിയിൽ. ഓക്കെ, എ ബി എന്ന് പറഞ്ഞൊരു ഇൻ്റർവെല്ലിൽ സി ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. എ സിയിൽ ഡെറിവേറ്റീവ് നെഗറ്റീവ്, സി ബിയിൽ ഡെറിവേറ്റീവ് പോസിറ്റീവ്. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് ഡെറിവേറ്റീവ് വരണമെങ്കിൽ സി എന്ന് പറഞ്ഞ പോയിന്റിൽ ദ ഫംഗ്ഷൻ ഹാവ് എ റിലേറ്റീവ് മിനിമം പോയിന്റ്. എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുക. എ ബി എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിൽ ഈ ഫംഗ്ഷന് ലെറ്റ് ഇറ്റ് ബി സി ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. ഇവിടെ ഡെറിവേറ്റീവ് 0 ആണ്. ഓക്കെ, ഇവിടെ എ സി എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ ഇസ് ഡിക്രീസിങ്. സോ ഹിയർ ദ ഡെറിവേറ്റീവ് ഈസ് നെഗറ്റീവ്. Here in CB the function is increasing, so derivative positive. So നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് ഡെറിവേറ്റീവ് പോകണമെങ്കിൽ സി എന്ന് പറഞ്ഞ പോയിന്റ് ക്രിട്ടിക്കൽ പോയിന്റ് വിൽ ബി എ റിലേറ്റീവ് മിനിമം പോയിന്റ്. ആൻഡ് ഇഫ് സൈൻ ഡസ് നോട്ട് ചേഞ്ചസ് ദെൻ ഇറ്റ് ഈസ് നെയ്തർ എ റിലേറ്റീവ് മിനിമം പോയിന്റ് നോർ റിലേറ്റീവ് മാക്സിമം പോയിന്റ്. നമ്മൾ ഈ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഫംഗ്ഷൻ ഇതൊരു ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. ഇതിൻ്റെ ടാൻജന്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ടാൻജന്റ് ലൈൻ ആണ്. ഡെറിവേറ്റീവ് 0 ആണ്. സോ ഹിയർ നമ്മൾ ഏതൊരു ഇൻ്റർവെൽ എടുത്താലും ഈ ഒരു എ ബി എന്ന് പറഞ്ഞൊരു ഇൻ്റർവെൽ എടുത്തു. ഈ ഇൻ്റർവെല്ലിൽ എ സിയിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്, സി ബിയിലും ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. സോ ഡെറിവേറ്റീവിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യുന്നില്ല. സോ അവിടെ ഫംഗ്ഷന് റിലേറ്റീവ് മാക്സിമം മിനിമം ഇല്ല. ഗ്രാഫിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നത്. ഇതിൻ്റെ പ്രൂഫ് വളരെ ഈസിയാണ്. ഇവിടെ ബി പാർട്ടാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. യു ക്യാൻ സിമിലർലി പ്രൂവ് എ പാർട്ട്. ഓക്കെ, വി ഹാവ് എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0 ഓൺ എ സി ആൻഡ് എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ഓൺ സി ബി. സോ ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ മുന്നേ പഠിച്ച പോലെ തന്നെ ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ ദ ഫംഗ്ഷൻ ഇസ് ഡിക്രീസിങ് ഓൺ എ സി. ഫംഗ്ഷൻ ഡിക്രീസിങ് ആണെങ്കിൽ ഇപ്പോൾ സി എന്ന് പറഞ്ഞ പോയിന്റിലെ ഫംഗ്ഷൻ വാല്യൂ ഇതാണെങ്കിൽ ലെറ്റ് ദിസ് ബി എഫ് ഓഫ് സി ആണെങ്കിൽ എ സിയിൽ ഫംഗ്ഷൻ ഡിക്രീസ് ചെയ്ത് വരിക. സോ function is decreasing from f of a to f of c. Okay, and so f of c എന്ന് പറഞ്ഞ വാല്യൂ എ സിയിലുള്ള വേറെ ഏത് വാല്യൂകളുടെ വേറെ ഏത് നമ്പറിൻ്റെ ഫംഗ്ഷൻ വാല്യൂവിനേക്കാളും ചെറുതായിരിക്കും. സോ ദാറ്റ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എഫ് ഓഫ് സി ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു എ സി. ദെൻ എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ഓൺ സി ബി ആയതുകൊണ്ട് എഫ് ഇസ് ഇൻക്രീസിങ് ഓൺ സി ബി. ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ ആ ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആയിരിക്കും. സോ ഹിയർ എഫ് ഓഫ് സിയിൽ നിന്നും എഫ് ഓഫ് ബിയിലേക്ക് ഇൻക്രീസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫംഗ്ഷൻ. സോ സം ഹിയർ എന്തായാലും എഫ് ഓഫ് സിയുടെ വാല്യൂവിനേക്കാളും കൂടുതലായിരിക്കും പിന്നീട് വരുന്നത് സി ബിയിൽ പിന്നെ വരുന്ന എല്ലാ നമ്പറുകളുടെയും ഫംഗ്ഷൻ വാല്യൂ. സോ ദാറ്റ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് സി ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു സി ബി. ഇപ്പോൾ നമ്മൾ ഇത് രണ്ടും ഒന്ന് ബ്ലെൻഡ് ചെയ്യുകയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എഫ് ഓഫ് സി ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു എ ബി ഓപ്പൺ ഇൻ്റർവെൽ എ ബി. ഓക്കെ, സോ സി ഈസ് എ റിലേറ്റീവ് മിനിമം പോയിന്റ് ഓഫ് എഫ്. ഹെൻസ് ദ പ്രൂഫ്. സോ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ആക്ച്വലി എന്താ പറയുന്നത്? നമ്മുടെ ഡൊമൈനിൽ നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ്സ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡൊമൈൻ പാർട്ടീഷൻഡായി ഇൻ്റർവെൽസിൻ്റെ പീസസ് ആയിട്ട് നമുക്ക് അതിനെ പാർട്ടീഷൻ ചെയ്യാം. ഓക്കെ, C1 എന്ന് പറയുന്ന ഒരു ക്രിട്ടിക്കൽ പോയിന്റിന് മുന്നുള്ള ഇന്റർവെല്ലിൽ തൊട്ട് മുന്നുള്ള ഇന്റർവെല്ലിൽ ഡെറിവേറ്റീവ് പോസിറ്റീവും C1 കഴിഞ്ഞിട്ടുള്ള ഇന്റർവെല്ലിൽ ഡെറിവേറ്റീവ് നെഗറ്റീവ്. ദാറ്റ് മീൻസ് C1ലൂടെ പോകുമ്പോൾ പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കാണ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് എങ്കിൽ അവിടെ ഒരു മാക്സിമം പോയിന്റ് ആയിരിക്കും. നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണെങ്കിൽ അവിടെ ഒരു മിനിമം പോയിന്റ് ആയിരിക്കും. സൈൻ ചേഞ്ച് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ റിലേറ്റീവ് എക്സ്ട്രീമംസ് ഒന്നും ഉണ്ടാവില്ല. അതാണ് ആക്ച്വലി ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റിന്റെ ഒരു സമ്മറി പറയുന്നത്. അടുത്തത് നമുക്ക് ഈ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് യൂസ് ചെയ്ത് ഒരു തന്നിരിക്കുന്ന ഫംഗ്ഷന് റിലേറ്റീവ് എക്സ്ട്രീമാസ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള ഒരു പ്രൊസീജിയറിലേക്ക് പോകാം. സോ പ്രൊസീജിയർ ഫോർ ഫൈൻഡിങ് റിലേറ്റീവ് എക്സ്ട്രീമാസ് ഓഫ് എ ഫംഗ്ഷൻ. ഓക്കെ, അതിനുവേണ്ടി ഉള്ള സ്റ്റെപ്സ് നമുക്കൊരു എക്സാമ്പിളിലൂടെ ഒന്ന് എങ്ങനെയാന്ന് നോക്കാം. സോ ഇതാണ് ഫൈൻഡ് ദ റിലേറ്റീവ് എക്സ്ട്രീമാസ് ഓഫ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ദിസ് വൺ.
ഈ ഒരു ഫംഗ്ഷൻ്റെ റിലേറ്റീവ് എക്സ്ട്രീമാസ് കണ്ടുപിടിക്കണം. സോ അതിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈൻഡ് ഓൾ ദ ക്രിട്ടിക്കൽ നമ്പേഴ്സ് ഓഫ് ദ ഫംഗ്ഷൻ. ഫംഗ്ഷൻ്റെ എല്ലാ ക്രിട്ടിക്കൽ നമ്പേഴ്സും ഫസ്റ്റ് തന്നെ കണ്ടുപിടിക്കുക. സോ അതിന് വേണ്ടി നമുക്ക് ഡെറിവേറ്റീവ് ആദ്യം എന്താണെന്ന് നോക്കണം. ഡെറിവേറ്റീവ് എന്താ പറയുക, എഫ് ഡാഷ് ഓഫ് എക്സ് വിൽ ബി 4 - 5x by x raised to 1/3. ഇതാണ് അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ നമ്പേഴ്സ് എങ്ങനെയാണ് വരിക, ഒന്നില്ലെങ്കിൽ ഡെറിവേറ്റീവ് 0 ആയിരിക്കണം, അല്ലെങ്കിൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാൻ പാടില്ല. സോ ഡെറിവേറ്റീവ് 0 ആയ പോയിന്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ന്യൂമറേറ്റർ 0 ആയ പോയിന്റ്, ദാറ്റ് മീൻസ് x = 4/5. ആൻഡ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാത്ത ഒരേ ഒരു പോയിന്റ് ഉള്ളൂ, ഡിനോമിനേറ്ററിൽ 0 വരുന്ന പോയിന്റ്, അൺഡിഫൈൻഡ് ആയിട്ട് വരുന്ന പോയിന്റ് മാത്രം. ബാക്കി എല്ലായിടത്തും ഫംഗ്ഷൻ കണ്ടിന്യൂസും ഡിഫറൻഷ്യബിളും ഒക്കെയാണ്. So x = 0 is the only point where the function does not have any derivative. So നമ്മുടെ ക്രിട്ടിക്കൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് x = 0 ആൻഡ് x = 5 ആണ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈൻഡ് ഓൾ ദ ക്രിട്ടിക്കൽ നമ്പേഴ്സ് ഓഫ് ദ ഫംഗ്ഷൻ. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫംഗ്ഷൻ്റെ ഡൊമൈനെ നമ്മൾ ഇൻ്റർവെൽസ് ആയിട്ട്, ഓപ്പൺ ഇൻ്റർവെൽസ് ആയിട്ട് പാർട്ടീഷൻ ചെയ്യുവാണ് യൂസിങ് ദിസ് ക്രിട്ടിക്കൽ നമ്പർ. സോ നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് = ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ എല്ലായിടത്തും ഡിഫൈൻഡ് ആണ്, ഡിഫൈൻഡ് അല്ലാത്ത പോയിന്റ്സ് ഒന്നുമില്ല. സോ ഫംഗ്ഷൻസ് ഡൊമൈൻ എന്ന് പറയുന്നത് ത്രൂ ഔട്ട് റിയൽ ലൈൻ അതിൻ്റെ ഡൊമൈനാണ്. ഇനി എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷനാണ്. നമ്മൾ ചെയ്യാൻ പോണത് നമ്മുടെ ഫംഗ്ഷൻ്റെ ഡൊമൈൻ കൺസിഡർ ചെയ്യാം. ക്രിട്ടിക്കൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞത് x = 0 ആൻഡ് x = 4/5 ആണ്. സോ അത് മാർക്ക് ചെയ്യുക, 0, 4/5. ഇനി ഈ നമ്പർ വെച്ചിട്ട് ഓപ്പൺ ഇൻ്റർവെൽസ് ആയിട്ട് നമ്മൾ ഫംഗ്ഷൻ്റെ ഡൊമൈനെ പാർട്ടീഷൻ ചെയ്യുകയാണ്. സോ -∞ to 0, 0 to 4/5, 4/5 to ∞. ഓക്കെ, ഈ 3 ഇൻ്റർവെൽസിൽ നിന്ന് നമ്മൾ തൊട്ട് മുന്നത്തെ സെക്ഷനിൽ പഠിച്ച പോലെ തന്നെ ഓരോ റെപ്രസെൻറ്റേറ്റീവ്സിനെ കൺസിഡർ ചെയ്യുക. സോ ഞാൻ ഇവിടെ നിന്ന് -1 എന്ന് പറഞ്ഞ പോയിന്റ്, ഇവിടെ നിന്ന് 1/5 ചൂസ് ചെയ്യുന്നു, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ 1 ചൂസ് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ സൈൻ ഓഫ് എഫ് ഡാഷ് ഓഫ് എക്സ്, എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ സൈൻ ഈ പോയിൻറ്റ്സിലൊക്കെ ഡെറിവേറ്റീവിൻ്റെ സൈൻ എന്താണെന്ന് നോക്കുകയാണ്. ഇവിടെ -1ൻ്റെ സൈൻ എന്ന് പറയുന്നത് നമ്മുടെ ഡെറിവേറ്റീവ് ഫംഗ്ഷൻ ഇതാണ്. സോ -1 കൊടുക്കുമ്പോൾ 4 + 5 ന്യൂമറേറ്റർ പോസിറ്റീവ് ആയിരിക്കും, ഡിനോമിനേറ്റർ നെഗറ്റീവ് ആയിരിക്കും. സോ എഫ് ഓഫ് -1 -9 വരും. എഫ് ഓഫ് -1 ലെസ് ദാൻ 0. ആൻഡ് എഫ് ഡാഷ് ഓഫ് 1/5 എന്ന് പറയുന്നത് 4 - 1. സോ ന്യൂമറേറ്റർ പോസിറ്റീവും ഡിനോമിനേറ്ററും പോസിറ്റീവ് ആയിരിക്കും. സോ എഫ് ഡാഷ് ഓഫ് 1/5 > 0. ഹിയർ ഓൾസോ 1 കൊടുത്തു കഴിഞ്ഞാൽ മുകളിൽ നെഗറ്റീവ് വാല്യൂ ആയിരിക്കും, താഴെ പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. സോ എഫ് ഡാഷ് ഓഫ് 1 < 0. സോ നമ്മുടെ ഡൊമൈനിൽ നമുക്ക് കാണാം എഫ് ഡാഷിൻ്റെ സൈൻ എന്ന് പറയുന്നത് -∞ തൊട്ട് 0 വരെ എഫ് ഡാഷിൻ്റെ സൈൻ നെഗറ്റീവാണ്, 0 തുടങ്ങി 4/5 വരെ പോസിറ്റീവാണ്, 4/5 തുടങ്ങി ∞ വരെ നെഗറ്റീവാണ്. സോ 0ൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് അനുസരിച്ചിട്ട് ഒരു ക്രിട്ടിക്കൽ പോയിന്റിന് തൊട്ട് മുന്നുള്ള ഇൻ്റർവെല്ലിൽ നെഗറ്റീവും പിന്നത്തെ ഇൻ്റർവെല്ലിൽ പോസിറ്റീവാണ്. ദാറ്റ് മീൻസ് എഫ് ഡാഷിൻ്റെ സൈൻ നെഗറ്റീവ് ടു പോസിറ്റീവിലേക്കാണ് പോകണമെങ്കിൽ ദെൻ ഇറ്റ് വിൽ ബി എ റിലേറ്റീവ് മിനിമം പോയിന്റ്. ഓക്കെ, ഇനി പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ്, ആ ഒരു പോയിന്റിന് തൊട്ട് മുന്നത്തെ ഇൻ്റർവെല്ലും അത് കഴിഞ്ഞിട്ടുള്ള ഇൻ്റർവെല്ലും മാത്രം കൺസിഡർ ചെയ്യുക. ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ് എൻ്റെ ഡെറിവേറ്റീവ്. സോ ദിസ് വിൽ ബി എ റിലേറ്റീവ് മാക്സിമം പോയിന്റ്. ഓക്കെ, സോ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷനിലെ എല്ലാ ക്രിട്ടിക്കൽ പോയിന്റ്സും റിലേറ്റീവ് എക്സ്ട്രീമേഴ്സ് ആണ്. സോ 0 ഈസ് എ റിലേറ്റീവ് minimum point and 4/5 x = 4/5 is a relative maximum point. Okay, ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. f of x = x raised to 4 - 4x³ + 12. ഓക്കെ, ഇതിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈൻഡ് ഓൾ ക്രിട്ടിക്കൽ നമ്പേഴ്സ്. സോ അതിനുവേണ്ടി നമുക്ക് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്താണെന്ന് നോക്കണം. എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, 4x³ - 12x². ഓക്കെ, ആൻഡ് എഫ് ഡാഷ് ഓഫ് എക്സ് = 0
if 4x cube minus 12x square ने 4x square into x minus 3 ने एगा. So this equal to 0 implies x equal to 0 or x equal to 3. And f dash of x ഒരു polynomial function ആയതുകൊണ്ട് it will be differentiable everywhere. So f dash of x is differentiable everywhere. So our only critical numbers are x equal to 0 and x equal to 3. X equal to 3. Okay. Next step എന്താ നമ്മുടെ ഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷനെ നമ്മൾ ക്രിട്ടിക്കൽ നമ്പേഴ്സ് വെച്ച് ഓപ്പൺ ഇൻ്റർവൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. സോ ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇത് എവ്രിവെയർ ഡിഫൈൻഡ് ആണ്. Polynomial function is everywhere defined, everywhere continuous and everywhere differentiable. So everywhere ഇത് defined ആണ്. So minus infinity to infinity ആണ് ഇതിൻ്റെ ഡൊമൈൻ. ഇനി ക്രിട്ടിക്കൽ നമ്പേഴ്സ് വെച്ച് പാർട്ടീഷൻ ചെയ്യുക. അപ്പോൾ സോ ക്രിട്ടിക്കൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 0യും 3യും എൻ്റെ ഡൊമൈനെ ഡിവൈഡ് ചെയ്യുന്നു. ഓരോ എലമെൻ്റ് എടുത്തിട്ട് അതിൻ്റെ ഡെറിവേറ്റീവ് എന്താണെന്ന് നോക്കാം. സോ ഈ പോയിന്റിൽ നിന്ന് മൈനസ് ഇൻഫിനിറ്റി 0 വരെ ഞാൻ -1 എന്ന് പറഞ്ഞ പോയിന്റ് ചൂസ് ചെയ്യുന്നു റെപ്രസെൻറ്റേറ്റീവായിട്ട്. 0 to 3 ഞാൻ 1 എന്ന് പറഞ്ഞ പോയിന്റ് ചൂസ് ചെയ്യുന്നു. 3 to ഇൻഫിനിറ്റി ഞാൻ 4 ചൂസ് ചെയ്യുന്നു. ഓക്കെ, ഇനി സൈൻ ഓഫ് എഫ് ഡാഷ് ഓഫ് എക്സ് എന്താണെന്ന് നോക്കണം. ഓക്കെ, എഫ് ഡാഷ് ഓഫ് -1 എന്ന് പറയുന്നത് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 4x square into x minus 3 ആണ്. സോ എഫ് ഡാഷ് ഓഫ് -1 എന്ന് പറയുന്നത് 4 into -1 whole square into -1 minus 3. So positive into negative. So it will be negative. And f dash of 1 എന്ന് പറയുന്നത് positive into പിന്നെയും നെഗറ്റീവ് ആയിരിക്കും ഈ വാല്യൂ. സോ ലെസ് ദാൻ 0. ആൻഡ് f dash of 4 എന്ന് പറയുന്നത് പോസിറ്റീവ് into 4 minus 3 പോസിറ്റീവ് ആയിരിക്കും. സോ f dash of 4 greater than 0. ഓക്കെ, സോ നമുക്ക് സൈൻ ഡയഗ്രാം വരച്ച് നോക്കാം. അതിൻ്റെ -ഇൻഫിനിറ്റി തുടങ്ങി ഇൻഫിനിറ്റി വരെ ഉള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവിൻ്റെ സൈൻ ഡയഗ്രാം വെച്ച് നോക്കാം. സോ -ഇൻഫിനിറ്റി ടു 0 ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് നെഗറ്റീവാണ്. 0യിൽ നിന്ന് 3ലേക്കും ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് നെഗറ്റീവാണ്. 3 to ഇൻഫിനിറ്റി ഫംഗ്ഷൻ ഡെറിവേറ്റീവ് പോസിറ്റീവാണ്. സോ ഹിയർ ക്രിട്ടിക്കൽ പോയിന്റ്സിലാണ് നമ്മൾ എക്സ്ട്രീമാസ് ഉണ്ടോ എന്ന് നോക്കാം. ക്രിട്ടിക്കൽ പോയിന്റ്സ് 0ൽ തൊട്ട് മുന്നത്തെ ഇൻ്റർവെല്ലിൽ നെഗറ്റീവ്, കഴിഞ്ഞിട്ടുള്ള ഇൻ്റർവെല്ലിൽ നെഗറ്റീവ്. സോ സൈൻ ചേഞ്ച് അവിടെ ഇല്ല. So this is not a relative extrema. ഓക്കെ, ഇനി 3യിൽ നോക്കുമ്പോൾ 3ക്ക് തൊട്ട് മുന്നേ നെഗറ്റീവാണ്, 3 കഴിഞ്ഞിട്ട് പോസിറ്റീവാണ്. സോ ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ്. സോ ഇറ്റ് ഇസ് എ റിലേറ്റീവ് മിനിമം പോയിന്റ്. ഓക്കെ, നമ്മുടെ ഫംഗ്ഷൻ്റെ ആകെയുള്ള ഒരു എക്സ്ട്രീമം പോയിന്റ് എന്ന് പറയുന്നത് x ഈക്വൽ ടു 3 ആണ്. എല്ലാ ക്രിട്ടിക്കൽ പോയിന്റ്സും ഈ കേസിൽ റിലേറ്റീവ് എക്സ്ട്രീമംസ് അല്ല. ഓക്കെ.